ഗുരുവായൂരപ്പ നിന്നെ കാണി കാണണം. പാദചാർത്തു കഴിയുമ്പോൾ വാസന പൂവണിയുമ്പോൾ ഗോപികമാക്കൊതിക്കുന്ന രൂഢൽ കാണണം. എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധി നിറഞ്ഞ വിഷുദിന ആശംസകൾ. അപ്പൊ ഇന്ന് പ്രധാനമായിട്ട് പറയാനുള്ളത്, നമ്മുടെ വിഷു ഗംഭീരമാക്കി തന്ന ആദ്യം തന്നെ നമ്മുടെ സ്റ്റാഫുകളോടും നമ്മുടെ കസ്റ്റമറോടാണ് വലിയൊരു നന്ദി പറയേണ്ടത്. നമ്മള് പറഞ്ഞനുസരിച്ച് കൃത്യസമയത്ത് അതിനു മുന്നേ തന്നെ എത്തി ഭക്ഷണം പോലും കൃത്യസമയത്ത് കഴിക്കാൻ പറ്റാണ്ട് ഒരുപാട് പേരുണ്ടായിട്ടുണ്ട്. അതൊക്കെ സഹിച്ച് നമ്മുടെ കുടുംബത്തിന് വേണ്ടി എല്ലാവരും നല്ല രീതിക്ക് അടിപൊളിയായിട്ടാണ് നമ്മുടെ ഈ ഒരു വിഷു അടിപൊളിയാക്കിയിട്ടുണ്ട്. എന്തായാലും വളരെ നമ്മുടെ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ വേറെ വൈബന്നാണ്. സത്യം പറയണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഓണർ ആക്കി തന്നെ നിങ്ങൾ തന്നെയാണ് കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് ഓണർ ഇതുപോലെ എനിക്ക് പറയേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ ഈ കുടുംബം എല്ലാ വർഷവും ഇതേപോലെ ഇനിയും ഉയരങ്ങളിൽ എത്താനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. ഞങ്ങൾ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കൂടെ കട്ടയ്ക്ക് എന്നും ഞങ്ങൾ ഉണ്ടാവും കേട്ടോ. ഏറ്റവും നന്മ നിറഞ്ഞ സമ്പൽ സമൃദ്ധിയുടെ ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ. അതിലുപരി എൻ്റെ എല്ലാ സഹപ്രവർത്തകർക്കും നല്ലൊരു വിഷു ഞാൻ ആശംസിക്കുകയാണ്. എന്താണ് വിഷു? എന്താണ് വിഷു? ആരാ പറയാ? വിഷുവം എന്ന വാക്കിൽ നിന്നുണ്ടായതാണ് വിഷു. അതായത് തുല്യമായത് എന്ന് പറഞ്ഞാൽ രാവും പകലും തുല്യമായിട്ട് വർഷത്തിൽ ഒരു ദിവസമാണിത് വരിക. അതാണ് വിഷുവം, വിഷു. എന്നാൽ ഈ വിഷുവിൻ്റെ ഐതിഹ്യം എന്താണ്? 2 ഐതിഹ്യങ്ങളുണ്ട്. ഒന്നെന്താണ്? ഭഗവാൻ ശ്രീകൃഷ്ണൻ, നരകാസുരൻ എന്നൊരു അസുരൻ ഉണ്ടായിരുന്നു. ഭയങ്കര സംഭവമാണ് മൂപ്പര്. ആള് മൊത്തം തകർത്ത് തരിപ്പണാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ സത്യഭാമയോട് കൂടി പോയി ഘോരമായ യുദ്ധം നടത്തി നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം നരകാസുരനെ വധിച്ചു. എന്നിട്ട് ഇന്നെന്താ നടന്നത്? 16,000 ഗോപികമാരെ മൂപ്പര് തടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു. അവരെയൊക്കെ രക്ഷിച്ചു. അവരെ രക്ഷിച്ചത് കൊണ്ട് സന്തോഷത്തിനാണ് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നത്. രണ്ടാമത്തെ ഐതിഹ്യം എന്താണ്? ശ്രീരാമൻ രാവണനെ വധിച്ചു. രാവണൻ ആരായിരുന്നു നമുക്ക് ഒരുവിധം എല്ലാ ഹിന്ദുക്കൾക്കും അറിയാം, അഹിന്ദുക്കൾക്കും അറിയാം. കാരണം അത്രയും ദുഷ്ടനായ രാക്ഷസനായിരുന്നു. സീതാദേവിയെ മോഷ്ടിക്കൽ, അങ്ങനെ ഒരുപാട് സംഭവം. അപ്പം അതിൽ നിന്ന് ആ സന്തോഷത്തിന് ഉണ്ടായതാണ് പടക്കം പൊട്ടിച്ച് വിഷു ആഘോഷിക്കൽ. ഈ 2 ഐതിഹ്യങ്ങളാണ് വിഷുവിനെ സംബന്ധിച്ചുള്ളത്. അപ്പം നമുക്ക് എൻ്റെ മനസ്സിൽ വന്ന ചിന്ത എന്താ അറിയോ? ഭഗവാൻ ശ്രീകൃഷ്ണൻ 16,000 ഗോപികമാരെ സംരക്ഷിച്ചു. നമ്മുടെ അരവിന്ദൻ സാറും രാജു സാറും നമ്മുടെ മൊത്തം കുടുംബങ്ങളെയാണ് സംരക്ഷിച്ചു, അല്ലേ? അപ്പൊ അവർക്കാണ് പ്രത്യേക കയ്യടി കൊടുക്കുന്നത്. കൊടുക്കുന്ന അടിക്കൽ പൊട്ടട്ടെ അടക്കം പൊട്ടട്ടെ. എല്ലാവർക്കും, ഈ ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും, ഞങ്ങളുടെ നല്ലവരായ ഉപഭോക്താക്കൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ വിശുദ്ധിനാശംസകൾ. സന്തോഷം.
ചന്ദനത്തിന് എടുത്തിട്ട് വേണം ശ്രീ ചന്ദനത്തിന്